കേപ്പ് വെർഡേക്ക് ഒരു ബിഗ് സല്യൂട്ട്. ആ കുഞ്ഞ് ദ്വീപരാഷ്ട്രം ലോക ചാമ്പ്യന്മാരെ വിറപ്പിച്ചു, വെള്ളം കുടിപ്പിച്ചു. ലയണൽ മെസ്സിയും സംഘവും അക്ഷരാർത്ഥത്തിൽ വിയർത്താണ് കേപ്പ് വെർഡേയിൽ നിന്നും മറികടന്ന് അവർ പ്രീ ക്വാർട്ടർ ടിക്കറ്റ് എടുത്തത്. ആ പോരാട്ട മികവിന് മുന്നിൽ വിയർത്തുപോയ അർജന്റീന ഒടുവിൽ എക്സ്ട്രാ ടൈമിലേക്ക് നീണ്ട മത്സരത്തിലാണ് ജയത്തിലേക്ക് എത്തിയത്. കളി തുടങ്ങും മുമ്പ് എല്ലാവരും കരുതി ഈ അർജന്റീന ടീമിനെതിരെ ഒരു ഗോൾ പോലും അവർ നേടില്ല എന്ന്. പക്ഷേ 2 ഗോൾ സ്കോർ ചെയ്തു കേപ്പ് വെർഡേ എന്ന ആ രാഷ്ട്രം. അതിൽ രണ്ടാമത്തെ ഗോൾ ലോകകപ്പിൽ തന്നെ സുന്ദരൻ ഗോളുകളിലൊന്ന്. അത്രമാത്രം ഗംഭീരമായി തന്നെ കേപ്പ് വെർഡേ അർജന്റീനയെ നേരിട്ടു. നമുക്ക് ആ മത്സരത്തിന്റെ ഫലത്തിലേക്ക് പോയാൽ 2-നെതിരെ 3 ഗോളുകൾക്കാണ് അർജന്റീന ജയിച്ചത്. പിന്നിൽ നിന്ന ശേഷം 2 തവണ തിരികെ എത്തിയ കേപ്പ് വെർഡേയാണ് ലോക ചാമ്പ്യന്മാരെ വെള്ളം കുടിപ്പിച്ചത്. ഫിനിഷിംഗിലെ മൂർച്ചക്കുറവാണ് കേപ്പ് വെർഡേക്ക് തിരിച്ചടിയായത് എന്നുള്ളതിൽ സംശയമില്ല. ആദ്യം ഗോൾ സ്കോർ ചെയ്യുന്നത് അത് ലയണൽ മെസ്സിയാണ്. 29-ാമത്തെ മിനിറ്റിൽ ലയണൽ മെസ്സി അർജന്റീനയ്ക്ക് വേണ്ടി സ്കോർ ചെയ്തു. പക്ഷേ 59-ാം മിനിറ്റിൽ കേപ്പ് വെർഡേ തിരിച്ചടിക്കുകയാണ്. കേപ്പ് വെർഡേക്ക് വേണ്ടി ഡെറോയ് ഡുവാട്ടെയാണ് സ്കോർ ചെയ്യുന്നത്. അതിനുശേഷം അർജന്റീന വീണ്ടും ലീഡെടുക്കുന്നു. അത് ഇത്തവണ ലിസാൻഡ്രോ മാർട്ടിനസ് ആണ് സ്കോർ ചെയ്തത് 93-ാം മിനിറ്റിൽ. അങ്ങനെ മത്സരം ജയിക്കാൻ പോകുന്നു അർജന്റീന എന്ന് കരുതുമ്പോഴാണ് വീണ്ടും ഗോൾ എത്തുന്നത്. ക്യാബ്രാലിന്റെ മനോഹരമായിട്ടുള്ള ഒരു ഫിനിഷിംഗ്, അത്യുഗ്രൻ ഗോൾ എന്നൊക്കെ പറയണം. ഈ ലോകകപ്പിൽ കണ്ട ഏറ്റവും മികച്ച ഗോളുകളിലൊന്നാണ്. ഒരു തരത്തിലും എമിലിയാനോ മാർട്ടിനസ് എന്ന ഗോൾ കീപ്പർക്ക് ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. അത്രമാത്രം രസകരമായിരുന്നു ആ ഗോള്. ഇനി നമ്മൾ കോഴിക്കോട്ടെ ആരാധകരിലേക്ക് ഒന്ന് പോയി വരാം. കോഴിക്കോട് സ്വാഭാവികമായും എല്ലായ്പ്പോഴും നമ്മൾ കാണുന്ന പോലെ ആരാധകരുടെ വലിയൊരു കൂട്ടമുണ്ടായിരുന്നു. അവസാന നിമിഷം വരെ ഇങ്ങനെ നെഞ്ചിടിപ്പോടുകൂടി അവർ മത്സരം കണ്ടുകൊണ്ടേയിരുന്നു. ഉശിരൻ പോരാട്ട വീര്യമാണ് കാബോ വെർദെ പ്രകടിപ്പിച്ചതെന്ന് അർജന്റീനയുടെ ആരാധകർ പോലും സമ്മതിച്ചു ആ മത്സരശേഷം. ഈ ലോകകപ്പിലെ ഏറ്റവും ഉജ്ജ്വലമായ വിജയമാണ് അർജന്റീന നേടിയിരിക്കുന്നത്. കാബോ വെർദെ എന്ന കുഞ്ഞൻ രാജ്യത്തോട്, അല്ലെങ്കിൽ ഈ ലോകകപ്പിലെ അത്ഭുത ടീമായ കാബോ വെർദയോട് വിജയിച്ചിരിക്കുന്നു. എങ്ങനെയുണ്ടായിരുന്നു കളി? വളരെ അടിപൊളിയായിരുന്നു. ആദ്യം പോലെ ടെൻഷൻ ആയിരുന്നു അല്ലേ? നല്ല പോരാട്ടമാണ് അവർ കാഴ്ചവെക്കുന്നത്. കളി സൂപ്പർ, അടിപൊളി. ഇങ്ങനെയൊക്കെ വിചാരിച്ചോ അവരിത്ര തിരിച്ചടിക്കും? ഓ ഇല്ല, അത്ര നല്ലോണം കളിച്ച് അർജന്റീന നെച്ച് പടിയായിരുന്നു. അടിപൊളി കളിയായിരുന്നു. അവസാന നിമിഷം വരെ നെയിൽ ബൈറ്റിംഗ് മൊമെന്റ് ആയിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു? ചങ്കരിപ്പ് ഒത്തിരി ഏറിയ കളിയായിരുന്നു അല്ലേ? അടിപൊളി. എങ്ങനെ തോറ്റുപോകുന്നു വിചാരിച്ചോ? അടിപൊളി. തോൽക്കുന്നില്ല, പക്ഷെ ജയിക്കും. എന്തായാലും നമ്മൾ ജയിക്കും. എന്തായാലും ചെറിയ ടീമല്ല. നല്ല കളി, അടിപൊളി. കപ്പ് നമുക്ക് അർജന്റീന. പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ പോരാട്ടം. ഫൈനൽ പോലെ ഉണ്ടായിരുന്നു. എന്താ വിജയം? ഏതാ ടീം അത്? നമ്മൾ വിചാരിക്കുന്ന ടീമല്ല. അവർ നല്ല ടീമായിരുന്നു. അടിപൊളി ടീം അത്. ശരിക്കും അവരങ്ങനെ 60-70 സ്ഥാനത്താണ്. ശരിക്കും ഒരു 10-നുള്ളിൽ കൊടുക്കണം. അർജന്റീന ഇത്തവണ കളിച്ചതിൽ ഏറ്റവും കരുത്തട്ട് ഈ വേൾഡ് കപ്പിലെ ടോപ്പ് ഗെയിമാണ്, ടോപ്പ് മാച്ച്. അടിപൊളി. എങ്ങനെയുണ്ട് കളി? അടിപൊളി കളി. സാമീനൊക്കെ ചവിട്ടി കൂട്ടി. അതായത് ഇത്തവണത്തെ ലോകകപ്പിലെ ഏറ്റവും നല്ല മാച്ചായിരുന്നു ഒരു പക്ഷേ അല്ലേ? നല്ല മാച്ച്. അടിപൊളി മാച്ച്. എതിരാളികൾ കരുത്തരായിരുന്നു. അടിപൊളി മാച്ച് പറയാനില്ല. നമ്മളെ അർജന്റീനയെ തോൽപ്പിക്കാൻ അവിടെ ഒരു വേറെ ടീമില്ല. കാരണം അമ്മമാരുടെ ടീമാണ് അർജന്റീന. ലോകകപ്പിൽ അർജന്റീനയുമായിട്ടുള്ള എതിരാളികൾ ഏറ്റവും നല്ല എതിരാളികൾ ഒരു ടീമിലായിരിക്കും അല്ലേ? തീർച്ചയായും നല്ലൊരു മത്സരമായിരുന്നു. പക്ഷെ നമ്മൾ നല്ല രീതിയിൽ ജയിച്ചിട്ടുണ്ട്. 3 ഗോൾ അടിച്ചു. ഗംഭീര കളിയായിരുന്നു. നല്ല ടൈറ്റ് മാച്ച് ആയിരുന്നു. അതീവ മത്സരം. ഇന്നേ വരെ കാണാത്ത മത്സരം. 32 കൊമ്പനായാലും മുമ്പിൽ നിൽക്കുന്ന മെസ്സിയാണ്. അത്രയേ ഉള്ളൂ പറയാം. ഈ ഒരു കളി കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാം അർജന്റീനയുടെ പവർ എന്താണ്. പിന്നെ അതേപോലെ ഒരു മന്ത്രവാദി ഉണ്ടേ, മൂപ്പരോടൊക്കെ പോവാൻ പറയും. ഒരു കാര്യമില്ല അതിലൊന്നും. അതൊക്കെ വെറുതെയാണ്. നമ്മൾ വിചാരിച്ച മാതിരിയല്ല. ചെറിയ ടീമൊന്നുള്ളവര് നല്ല പക്ക അടി അങ്ങോട്ടാണ് ഇങ്ങോട്ട് നല്ല കളി. മെസ്സി ഉണ്ടായതിനെ കൊണ്ട് രക്ഷപ്പെട്ടു. ഫീൽഡ് ഗോൾ തന്നെ വീണു അല്ലെ? എന്താണ് ഫീൽഡ് ഗോൾ തന്നെ ഇത്ര അധികം വീണു? അതാണ് അടിപൊളി ഗോള്. അത് നോക്കൌട്ടിൽ ഇന്മാര് കളി. അതും റാങ്കിങ്ങിലെ 1ാം സ്ഥാനത്തുള്ള അർജന്റീന ഒരു പിടിച്ചു കെട്ടിയത്. അതിന് നല്ല കളി. അടിപൊളിയല്ലേ? അല്ല ടെൻഷൻ അടിച്ചോ? ഇല്ല ടെൻഷനൊന്നുമില്ല.
അല്ല അടി തിരിച്ചടി അങ്ങനെ നടന്നത് ഇല്ലേ? കളിക്കാണല്ലോ ഉസാറല്ലോ. കളി ഉഷാർ കളിയല്ലേ, ടൈറ്റായി ആയിരുന്നു. എല്ലാരും വിചാരിച്ചു അർജന്റീന ജയിക്കില്ലാന്ന്. അതൊരു ചെറിയൊരു ടീമാണെന്നും പറഞ്ഞിട്ടാണ് ഇത് ജയിക്കാണ് പറയും. അർജന്റീനക്ക് നേരത്തെ കപ്പുണ്ട്, അവര് കളിക്കുന്നവരാണെന്ന് പറയും. അഥവാ അർജന്റീന ജയിച്ചില്ലെങ്കിൽ പറയും ഈ ചെറിയ ടീമിന്റെ മുന്നിൽ നിന്ന് പോലും തോറ്റു പോയല്ലോ എന്ന് പറയും. എന്തൊക്കെയായാലും അർജന്റീന അടിപൊളിയായിട്ട് കളിച്ചിട്ടുണ്ട്, ജയിച്ചു. അല്ല അവസാനം വരെ ഒരു ചങ്കിടിപ്പ് ഉണ്ടായിരുന്നോ? നല്ലതുണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഇത് ഇപ്പോഴുണ്ട്. എന്നാലും അർജന്റീന ജയിക്കും നമുക്കറിയാം. എന്നാലും നമുക്കൊരു നെഞ്ചെടുപ്പ് ഉണ്ടാവുമല്ലോ. ഞങ്ങൾ ഫ്രണ്ടിൽ അവിടെ പോയിരിക്കുകയാണ്. എല്ലാ കളിക്കും ഞങ്ങൾ ഫ്രണ്ടിൽ അവിടെ ഉണ്ടാവും. അപ്പൊ എങ്ങനെ വേണം മെസ്സി ഞങ്ങളെ കൈവിടില്ല, ഞങ്ങൾ ജയിക്കും. ഒരുപക്ഷെ ഇത്തവണ അർജന്റീന കളിച്ചതിൽ ഏറ്റവും ടൈറ്റ് മത്സരം ഇതാണ്. അല്ല ഇത് കുഞ്ഞു ടീമാണ്, കളിയാക്കിയ കുറെ ആൾക്കാരുണ്ട് പറഞ്ഞില്ലേ. അപ്പൊ ഓൾക്കുള്ള ഒരു പാടാണ്. ഇത് അത്ര ചെറിയ ടീമല്ല. ഓലിക്കൊന്ന് ബാക്കി വലിയ ഫ്രാൻസിന്റെ ഒക്കെ ലൈക്ക് ആ ഒരു ലെവലിലുള്ള കളിയാണ് വലിയ കളിക്കുന്നത്. ഇത്തിരി കുഞ്ഞൻ രാജ്യമാണ് ഇത്ര വലിയ പോരാട്ടം അർജന്റീനയ്ക്കെതിരെ നടത്തിയത്. അർജന്റീനൻ ആരാധകരുടെ ചങ്കിടിപ്പ് ഉയർന്ന അല്ലെങ്കിൽ രക്തസമ്മർദ്ദം ഉയർന്ന മത്സരമാണ് നടന്നത്. അവസാന നിമിഷം വരെ ആര് വിജയിക്കും എന്ന ഒരു സസ്പെൻസ് നിന്നിരുന്നു. ഒരു ത്രില്ലർ സിനിമ പോലെയാണ് ഇന്നത്തെ പോരാട്ടം അവസാനിച്ചിരുന്നത്. ഒരുപക്ഷെ അർജന്റീനയോടല്ല ഇവർ മത്സരിച്ചിരുന്നെങ്കിൽ അവർ ജയിക്കട്ടെ എന്ന് പോലും ആരാധകർ പറയുന്ന തരത്തിലേക്ക് ജനമനസ്സുകൾ കീഴടക്കി, അല്ലെങ്കിൽ ഫുട്ബോളിന്റെ നെറുകയിൽ ഒരു കീഴം ഇട്ടാണ് അവർ മടങ്ങുന്നത്. എന്തായാലും അർജന്റീനയോടാണ് തോറ്റ് അവർ പിന്മാറുന്നതെന്നുള്ള ആത്മവിശ്വാസത്തോടുകൂടി അല്ലെങ്കിൽ അഭിമാനത്തോടുകൂടി ഈ കുഞ്ഞൻ രാജ്യത്തിന് ലോകകപ്പിൽ നിന്നും മടങ്ങാം. എന്തായാലും ഏറ്റവും ഹൈ വോൾട്ടേജ് ആയ ഒരു മത്സരമാണ് ഇന്ന് അവസാനിച്ചിരിക്കുന്നത്. MS അനീഷ് കുമാറാണ് കോഴിക്കോട് നിന്ന് ചേർന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.